ഇതാണ് ആ ഒരു സ്പോട്ട് കേട്ടോ. കവളപ്പാറ എന്ന് പറയുന്ന സംഭവം. അവിടെ നിന്നാണ് അത് പൊട്ടി താഴ്ത്തി. 59 ആള് മരിച്ചു, 11 ആളെ കിട്ടിയില്ല. പുഴയിൽ വെള്ളം കയറിയപ്പോൾ നമ്മളെ വീടിന്റെ ആ ഒരു 150 മീറ്ററിന്റെ ഇവിടെ മരിച്ച എല്ലാ ആൾക്കാരും നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടും നമ്മൾ വരാറില്ല. നമ്മളങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നൊരു സംഭവമാണ്. പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മോനിഷയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്രദേശം. ആ കാണുന്ന വലിയ കുന്നിൻ്റെ ഒരു ഭാഗം താഴേക്ക് വീഴുകയും ഏകദേശം 59 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. 96 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 42 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. 2019 വലിയൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു മണ്ണിടിച്ചിൽ, കവളപ്പാറ എന്ന് പറയും. അപ്പോൾ അവിടെ വന്നാണ് ഒരുപാട് കാലം ഇങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സ്പോട്ട് കേട്ടോ, കവളപ്പാറ എന്ന് പറയുന്ന സംഭവം. അവിടെ നിന്നാണ് അത് പൊട്ടി താഴ്ത്തിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആ മണ്ണ് വന്നിട്ട് ഇവിടെയൊക്കെ ഫില്ലായി. ഇവിടെ ആരും താമസിക്കില്ല, ഒരുപാട് പേര് മാറി താമസിച്ചു. കുറേ പേർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു, കുറേ പേര് മരിച്ചുപോയി. പകൽ സമയത്താണ് ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറിയത്. അപ്പോഴേ എല്ലാവരോടും മാറാൻ പറഞ്ഞ്, മാറല്ല, വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ ഓരോ വീട് മാറി മാറി കയറി. അങ്ങനെ വൈകുന്നേരം 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ക്യാമ്പിലെത്തി. അപ്പോഴൊക്കെ നല്ല മഴയാണ്. അപ്പോഴൊക്കെ ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ല, രാത്രിയല്ലേ. അങ്ങനെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഇങ്ങനെ കവളപ്പാറ ഇടിഞ്ഞതും ഇത്ര ആൾ മരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്ന് കണ്ണം മാത്രമേ ഉള്ളേന്ന് വീട്ടിൽ. അവിടെ ഒരു വീട്ടിൽ കുറേ പേര് ഉണ്ടായിരുന്നു മേലെ കുന്നിൻ്റെ മുകളിൽ. കണ്ണൻ മാത്രമേ ഞങ്ങളപ്പോൾ വന്നില്ല, ബാക്കി എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്നു. കണ്ണനെയൊക്കെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ എന്നിട്ട് കണ്ടത്. 59 ആള് മരിച്ചു, 11 ആളെ കിട്ടിയില്ല. ഇപ്പം കിട്ടിയില്ല അല്ലേ, മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ 11 ആൾക്കാർ ഇപ്പോഴും ഒരു അഡ്രസ്സും ഇല്ലാത്ത രീതിയിൽ കിടക്കുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് അറ്റൻഡാണ് സംഭവം നടന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് രാത്രി ഒരു 7:30 തോന്നുന്നു പൊട്ടിയത്. അത് എനിക്ക് വീട്ടിൽ നിന്ന് ആദ്യം നാട്ടിൽ നിന്ന് അല്ല വിളിക്കുന്നത്, വീട്ടിൻ്റെ അടുത്തു നിന്നുള്ള ആളുകളല്ല വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് അടുത്തുള്ള വിദേശത്ത് താമസിക്കുന്ന ആളുകൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ, സൗദിയിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് വാർത്തകൾ അറിഞ്ഞിട്ടാണ് ഞാൻ തന്നെ അറിയുന്നത്. വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. നെറ്റ്വർക്കിൻ്റെ എന്തോ വിഷയം കൊണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഞാനൊരു ക്ലാസ് കഴിഞ്ഞ്, അന്ന് നല്ല മഴയാണ്, കണ്ണൂരാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പം നല്ല മഴയാണ് അന്ന്. അവിടെയും നല്ല മഴയാണ്, നാട്ടിലും നല്ല മഴയാണ്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരു പിറ്റേ ദിവസമാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ് തോന്നുന്നത് സംഭവിച്ച ദിവസം. വ്യാഴാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് പോകുന്നത്. ഏകദേശം ഒരു വൈകുന്നേരം 6:30 ആയപ്പോഴാണ് ഞാൻ അവിടെ നാട്ടിലെത്തുന്നത്, കണ്ണൂരിൽ നിന്ന്. അതായത് കോഴിക്കോട് വരെ പോരാൻ തന്നെ ഏകദേശം ബസ് യാത്ര തന്നെ വളരെ ദുരിതമായിരുന്നു. എല്ലായിടത്തും നല്ല മഴയായിരുന്നു. കേരളത്തിൽ ഒട്ടുക്ക് ഭയങ്കര മഴയായിരുന്നു. ഇവിടുത്തെ അവസ്ഥ പറയേണ്ടി വരില്ലല്ലോ. പിന്നെ പൊട്ടിയ അവസ്ഥകൾ, അന്നത്തെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് പിന്നെ ഞാൻ കവളപ്പാറയിലേക്ക് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഏരിയയൊക്കെ വീടുകളായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ? ഈ ഏരിയയിലൊക്കെ വീടുകളായിരുന്നു. ഏകദേശം ഇപ്പോൾ പൊട്ടി പോകുന്ന ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ വെള്ളം കയറി. ഇത് ഈ ഒരു ഇതിന്റെ പൊട്ടലിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ്. ഇതിന്റെ പൊട്ടലിന്റെ ഭാഗമായിട്ടും പിന്നെ പുഴയിൽ വെള്ളം കയറിയപ്പോൾ നമ്മളെ വീടിന്റെ ആ ഒരു 150 മീറ്ററിന്റെ അടുത്തൂടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോടിലേക്ക് വെള്ളം കയറി. തോടുത്തെ വെള്ളം മറിഞ്ഞതിന് ശേഷം ഓരോ തൊടികളിലൂടെ വന്നിട്ട്, ശരിക്കും വെള്ളം കയറേണ്ട ഒരു അവസ്ഥയുള്ള വീടല്ല നമ്മൾ, കുറച്ച് ഉയരത്തിലാണ്, റോഡ് സൈഡിലാണ്. വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി. ഏകദേശം ഒരു ചുമരിൻ്റെ ജനലിൻ്റെ അടുത്ത്, ഏകദേശം ജനലിൻ്റെ അടുത്ത് വരെ വന്നു. ഇതിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതായത് ഇവിടെ താമസിക്കുന്ന കുറച്ചാൾ ബാക്കിയായല്ലോ, കുറച്ച് പേരൊക്കെ. അവർക്കൊക്കെ ദിവസം എന്ന് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്ത്, 1 കിലോമീറ്റർ അപ്പുറത്ത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ പേപ്പറിൽ വായിച്ചു, ഇതിൽ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ പരിപാടി ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഏകദേശം അവരവരുടെ ഏരിയ അവർ തിരിച്ചിട്ട് കൃഷിക്ക് അനുകൂലമാക്കി മാറ്റി, പാഴ്ഭൂമി ആക്കണ്ട. അതെ. പിന്നെ അതിലൊരു ചെറിയൊരു പോർഷൻ മാത്രം, അതിലൊരു വീടോ 2 വീടോ എങ്ങാണ്ട് സെന്ററിൽ ഫോട്ടോ ഫേമസ് ആയിരുന്നു, പേപ്പറിലൊക്കെ.
അത് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കലില്ല എന്നത് അങ്ങനത്തെ ഒരു ഇരുണ്ട ദിവസമല്ലേ ഇന്നത്തെ ഓഗസ്റ്റ് 8 എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ട് അങ്ങനെ വരാറന്നല്ല. എപ്പോഴെങ്കിലും എന്തായാലും വരാന്ന് പറയുമ്പോൾ മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരലുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരാറൊന്നുമില്ല. കാരണം നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് കൺമറഞ്ഞു പോയത്. ഇന്നും വരുന്ന നമ്മളെ പൂത്തൂലാണെങ്കിലും നമ്മൾ എയിലെ പോവുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ മുന്നിൽ കൂടെ ആണെങ്കിലും പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഇല്ലാതെ നിൽക്കുന്നത്. ഡെയിലി കാണുന്ന ആൾക്കാരാണ്. ഇവിടെ മരിച്ച എല്ലാ ആൾക്കാരും നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ വരാറില്ല. നമ്മളങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മളെ വീടൊക്കെ വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് നമ്മളെ തുടുമുട്ടി ആ ഒരു ഭാഗത്തോട്ടാണ് ഇതിൻ്റെ ഈ ഒരു മലേൻ്റെ സൈഡ്. അപ്പം നമുക്കും മഴ പെയ്യുമ്പോൾ നമുക്കും ഭീഷണി തന്നെയാണ്. അവിടുന്ന് മാറിപ്പോകാനും പഞ്ചായത്ത് വന്നിട്ട് അനൗൺസ് ചെയ്തിട്ട് പറയും ഇവിടുന്ന് മാറിപ്പോകണം, ഇത് സേഫല്ല. അങ്ങനെ ഒരു എന്താ പറയുക, മഴക്കാലമായി കഴിഞ്ഞാൽ അവിടുന്ന് മാറണം എന്നുള്ള ഒരു ലെവലിൽ തന്നെ എപ്പോഴും താമസിക്കുന്നത്. മഴ പെയ്താൽ പേടി തന്നെയാണ്. അത് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ രാത്രി ഒരു 8 മണിക്ക് ആ റേഞ്ചിലാണ്. നമ്മൾ ആ സമയത്ത് അന്ന് എനിക്ക് ഓഫീസിലൊന്നും പോകാൻ പറ്റാതെ പെരും മഴ, രാവിലെ മുതൽ തന്നെ ഭയങ്കര മഴയും. അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടെ ചെറിയ ഈ വരിവെള്ളം വരുന്ന വെള്ളങ്ങളൊക്കെ നമ്മൾ തടഞ്ഞു നിർത്താനും അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് രാത്രി ഒരു പകൽ സമയമാണ് നമ്മളെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുന്നത്. അതിന് ശേഷം വീട്ടുകാരെല്ലാവരും ക്യാമ്പിലോട്ട് പോയി. അപ്പം ഞാൻ വീട്ടിൽ നിന്നു. അച്ഛന് അവിടെ കടയിൽ തന്നെ സ്റ്റക്കായി. അച്ഛനും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പാലം ഭയങ്കരമായിട്ട് വെള്ളം കയറി. ആ സമയത്ത് നിങ്ങൾ വീട്ടിലില്ല, ഓരോരുത്തരെ രക്ഷിക്കാനൊക്കെ നിങ്ങളൊക്കെ പോയി. അത് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ സേഫായിട്ട് മാറ്റി, എല്ലാ ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പിന്നെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ പൊട്ടി ഭാഗമുണ്ട്, തൊടുമുട്ടി നമ്മളെ ഏരിയ ഒരു പൊട്ടി ഭാഗമാണ് താഴോട്ട് പുഴേൻ്റെ സൈഡ്. അവിടെയൊക്കെ വെള്ളം കയറി, അവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ മരിച്ചൊരു വിഷ്ണു എന്ന് പറഞ്ഞ ആളുണ്ട്, ഒരു ആർമിക്കാരൻ, അവനൊക്കെ ഉണ്ടായിരുന്നു അവരെ രക്ഷിക്കാൻ. അപ്പോൾ അവരൊക്കെ രക്ഷിച്ചിട്ടാണ് പോകുന്ന സമയത്താണ് അവനിവിടെ വീട്ടിൽ കയറുമ്പോഴൊക്കെയാണ് ഇവിടെ വീടൊക്കെ ഇടിഞ്ഞിട്ട് പോയത്. അപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇവിടെ പൊട്ടിയിട്ട്, അതായത് ഈ മണ്ണ് രാത്രി പൊട്ടുന്നത്. അതെ, രാത്രി ഒരു 8 മണി ആ റേഞ്ചിലാണ്, ഏകദേശം 8 മണി 9 മണിക്കാണ് ആ സമയത്താണ് പൊട്ടുന്നത്. കറക്റ്റ് ടൈം അറിയില്ല, ആ ഒരു സമയത്താണ്. പക്ഷേ ആ വിഷ്ണുവൊക്കെ അവിടെ നമ്മളെ ആ രക്ഷാപ്രവർത്തനത്തിനും എല്ലാത്തിനും അവനവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരെ അങ്ങോട്ട് നമ്മളവിടുന്ന് ആ പൊട്ടിയത് ആൾക്കാരെ കൊടുക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചെമ്പിലാണ് കൊടുക്കുന്നത്, ബിരിയാണി ചെമ്പിൽ കയറ് കെട്ടിയിട്ടാണ് അവിടുത്തെ ആൾക്കാരെ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് സേഫാക്കിയിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികളും പ്രായമായിട്ടുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരെയും. ഒരാൾ മാത്രമല്ല, കുറേ ആൾക്കാർ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. തൊടുമുട്ടിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഉണ്ടായിരുന്നു. അങ്ങനെ അത് തീർന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് മാറ്റി, അങ്ങനെ ഓരോരുത്തരെ ക്യാമ്പിലോട്ടും കുറേ വീടുകൾക്കും മാറ്റി. പിന്നെ രാത്രിയാണ് നമ്മളവിടെ രാത്രി വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. അവിടുത്തെ വെള്ളങ്ങളെല്ലാം ഇറങ്ങി, പുഴയിലെ വെള്ളം എല്ലാം കുറഞ്ഞ് പിന്നെയാണ് കവളപ്പാറ പൊട്ടുന്നത് ഒരു 8 മണിയായ സമയത്ത്. അപ്പോഴൊക്കെ നമ്മൾ അതെ, അതിന് വെള്ളവും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഈ മണ്ണിടിഞ്ഞ് വന്നിട്ടുള്ളത്, വെള്ളങ്ങളൊന്നും അധികം നമുക്ക് അങ്ങോട്ട് വെള്ളം ഒന്നും വന്നിട്ടില്ല. പക്ഷെ മണ്ണിടിഞ്ഞ് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു.